മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങിയെന്ന് പറയുന്നത് ബ്രിട്ടനിലുള്ള യുക്രൈൻ്റെ ഡിപ്ലോമാറ്റ് അംബാസഡർ നയതന്ത്ര പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വലേറി സലൂനി എന്നാണ്. നേരത്തെ യുക്രൈൻ്റെ മിലിറ്ററി കമാൻഡ് മേധാവിയായിരുന്നു. അയാൾ പറയുന്ന കാര്യം, ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് എങ്ങനെയാണ്? റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, റഷ്യയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, അതുകൂടാതെ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇറാൻ നിർമ്മിച്ച ഷഹേദ് ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച്, അപ്പം റഷ്യയുടെ കൂടെ ആരൊക്കെയുണ്ട്? ചൈനയുണ്ട്, ഇറാനുണ്ട്, അതുകൂടാതെ വടക്കൻ കൊറിയയുടെ പട്ടാളക്കാർ വന്നിരിക്കുന്നു. അപ്പോൾ ഒന്നിലേറെ രാജ്യങ്ങളാണ് നിന്നിരിക്കുന്നത്. ഒരു വശത്ത് ഉക്രൈൻ്റെ കൂടെ ആരൊക്കെയാണ്? നാറ്റോ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അമേരിക്കയുടെ ഇതുവരെ വിലക്കുണ്ടായിരുന്ന മിസൈലുകൾ അയക്കുന്നു, റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും മിസൈലുകൾ അയക്കുന്നു. അപ്പോൾ മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഉക്രൈൻ്റെ വിദേശ രാജ്യത്തെ, പ്രത്യേകിച്ചും അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ബ്രിട്ടനിലെ പ്രതിനിധി പറയുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഏതു നിമിഷവും സംഭവിക്കാവുന്ന തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നതെങ്കിലും അതിൽ രണ്ട് സൈഡിലും ഒന്നിലേറെ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഉക്രൈൻ്റെ പക്ഷത്ത് ആളായിട്ടാരുമില്ല, എന്നാൽ നാറ്റോ രാജ്യങ്ങളുടെ എല്ലാം ആയുധം അവിടെയുണ്ട്. റഷ്യയുടെ അമേരിക്കയുടെ ഉണ്ട്, ബ്രിട്ടൻ്റെ ഉണ്ട്, ഫ്രാൻസിൻ്റെ ഉണ്ട്. പല രാജ്യങ്ങളും ആയുധം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. അപ്പോൾ ഉക്രൈൻ ഒറ്റയ്ക്കല്ല. ഇപ്പുറത്ത് റഷ്യയുടെ കൂടെ വടക്കൻ കൊറിയൻ പട്ടാളക്കാരുണ്ട്. 10,000 പേരാണ് വന്നിരിക്കുന്നത്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10,000 പേര് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് റഷ്യൻ പട്ടാളക്കാരെ സഹായിക്കാൻ 10,000-ഓളം കൊറിയൻ പട്ടാളക്കാർ എന്തിനവിടെ വന്നിരിക്കുന്നു? ചോദ്യം സ്വാഭാവികമാണ്. കാരണം ഇവർ തമ്മിൽ വലിയ ബന്ധമാണ്, റഷ്യയും കൊറിയയും തമ്മിലുള്ള ബന്ധം. രണ്ടിടത്തും ഏകാധിപതികളാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ പകരം എന്ത് കൊടുക്കും എന്നൊരു ചോദ്യമുണ്ട്. പകരം എന്ത് കൊടുക്കുന്നതിന് എൻ്റെ ഉത്തരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് വിവിധ ഡിഫൻസ് സൈറ്റുകളിൽ വരുന്നു. കൊറിയയ്ക്ക് പകരം 10,000 പട്ടാളക്കാരെ റഷ്യയിൽ വന്ന് നേരിട്ട് ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ അയക്കുന്നതിന് പകരമായിട്ട് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊടുക്കുന്നു. അതുകൂടാതെ പിന്നെ ചെയ്യുന്ന റഡാർ, ഗ്രൗണ്ട് ബേസ് റഡാർ, തറയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന റഡാർ സംവിധാനങ്ങൾ. സാധാരണ റഡാറൊക്കെ വലിയ കെട്ടിടങ്ങളിലെ ഉയരം കൂടിയ ഇതിൻ്റെ മുകളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഗ്രൗണ്ട് ബേസ്, തറയിൽ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന റഡാർ സംവിധാനങ്ങൾ കൊടുക്കുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 1 മില്യൺ ബാരൽ എണ്ണ കൊടുത്തിട്ടുണ്ട്, ഓയിൽ. അപ്പോൾ വെറുതെ അല്ല ചെയ്യുന്നതിന് സൈനിക സഹകരണമുണ്ട്. നാളെ കൊറിയയ്ക്കൊരാവശ്യം വന്നാൽ ഇതുപോലെ റഷ്യ സഹായിക്കും. അതുകൂടാതെ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ഇപ്പം പ്രത്യുപകാരം ചെയ്താണ് റഷ്യ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ കൊറിയൻ വോസ്റ്റോച്ചെനി എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്, ഏറ്റവും കിഴക്കൻ അറ്റത്തുള്ള റഷ്യയുടെ തുറമുഖമാണ്. ആ തുറമുഖത്തേക്ക് കൊറിയൻ ടാങ്കറുകൾ വന്ന് ഓയിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ റഷ്യ ഇപ്പോൾ കൊറിയ ഉപയോഗിക്കുന്നത് അവർക്ക് പ്രതിഫലം കൊടുത്ത് കൊറിയൻ പട്ടാളക്കാരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ റഷ്യ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് കൂലിപ്പട്ടാളത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നില്ല. ആദ്യമേ അവിടെ തന്നെയുള്ള റഷ്യയിലെ കൂലിപ്പട്ടാളത്തെ, യുദ്ധപ്രഭുക്കന്മാരുടെ കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് അവിടെ പോരാട്ടം നടത്തുന്നു. അതുകൂടാതെ കൊറിയക്കാരെ ഉപയോഗിക്കുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, 6 ലക്ഷം വരെ എന്നൊക്കെ പറയുന്നു മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തുമായിട്ട്. ഏതായാലും ലക്ഷങ്ങളുടെ മരണം ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയൊരു യുദ്ധത്തിന് ഇവർ ഉപയോഗിക്കുന്ന ഇത്തരം മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നത്, അപ്പോൾ ഒരു രാജ്യം, കൊറിയ പോലെയുള്ള ഒരു രാജ്യം അവരുടെ സൈനികരെ കൂലിക്കയച്ചു കൊടുക്കുകയാണ്. അവർ കൊല്ലപ്പെടും. ആ രാജ്യത്തുള്ള ആളുകൾക്ക് തിരിച്ചു കിട്ടുന്നത് ശവപ്പെട്ടികളിലാക്കി വരുന്ന ഈ പട്ടാളക്കാരുടെ ജഡമാണ്. ഇതൊക്കെ ലോകമഹായുദ്ധ കാലത്ത് നടന്നിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ മറ്റു രാജ്യങ്ങൾ വാലേ വന്ന് പക്ഷം പിടിച്ചിട്ട് കൂട്ടക്കൊലകളാണ് നടന്നത്. എല്ലാ രാജ്യങ്ങളിലേക്കും അതത് രാജ്യത്തെ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ പാഴ്സലായി വന്നുകൊണ്ടിരുന്നു. അതിന് സമാനമായൊരവസ്ഥ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നേരത്തെ മാത്രമല്ല, ഇപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്യുക, യുദ്ധം രൂക്ഷമാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഓർഷനിക് എന്ന് പറയുന്ന ഒരു ICBM, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഡാനിപ്രോ സിറ്റിയിലേക്ക് അയച്ചത്. അതായത് ടെസ്റ്റാണ്. നമ്മളൊക്കെ മിസൈൽ പരീക്ഷിക്കുമല്ലോ, അത്
അബ്ദുൽ കലാം ഐലൻഡ് അല്ലെങ്കിൽ ISRO എന്നൊക്കെ നേരെ ആകാശത്തേക്ക് വിടും. അതെ, ആകാശത്തേക്ക് വിട്ടിട്ട് അത് വിജയിച്ചോ ഇല്ലെന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ ഈ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ പുടിൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇവർ ഞങ്ങൾക്കിട്ട് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ആയുധം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രദേശത്തേക്ക് ആക്രമിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പ്രയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പരീക്ഷണത്തിലിരിക്കുന്ന ഓർഷനിക് മിസൈലാണ്. അത് ഹൈപ്പർസോണിക് മിസൈലാണ്, ICBM. അത് ഇനിയും സ്റ്റോക്കുണ്ട്. പരീക്ഷണം ഞങ്ങൾ നടത്താൻ പോവുകയാണ്. എങ്ങോട്ട്? മുകളിലേക്കല്ല, ഉക്രൈൻ പട്ടാളക്കാർക്ക് നേർക്കേച്ച്. ഇതൊരു വലിയ അപകടമാണ്. ഞാനതിൽ നിസ്സാരമായി കാണുന്നില്ല. അപ്പം റഷ്യ അവരുടെ ആവനാഴിയിൽ ലാബറട്ടറിയിൽ ഉണ്ടാക്കി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം റിയൽ യുദ്ധ ഫീൽഡിലേക്ക് അയച്ച് പരീക്ഷിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ അപകടം എത്ര ഭീകരമായിരിക്കും. അപ്പോൾ ഈ മിസൈലുകൾ മാത്രമല്ലല്ലോ, ഓരോ രാജ്യത്തിൻ്റെയും ആയുധപ്പുരയിൽ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടാവും. രാസായുധങ്ങളുണ്ടാവാം, ജൈവായുധങ്ങളുണ്ടാവാം. ഇതൊക്കെ ലിമിറ്റഡ് ഒരു സർക്കംസ്റ്റാൻസസിൽ പരീക്ഷിക്കുന്നതിന് പകരം റിയൽ ലൈഫ് പരീക്ഷണത്തിന് വേണ്ടി മുതിർന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ മിസൈലിനെ കുറിച്ച് പറയുന്നത്, ഇത് 15 മിനിറ്റ് കൊണ്ട് 13,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ICBM ആണ് ഡിനിബ്രോയിലേക്ക് അയച്ചത്. 15 മിനിറ്റ് കൊണ്ട് 1000 കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ അവിടെ വന്നത്. അസ്ട്രാഖാൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ്, റഷ്യൻ റീജിയനിൽ നിന്നാണ് ഈ മിസൈൽ ഡിനിപ്രോയിലേക്ക് അയച്ചത്. അത് 15 മിനിറ്റ് കൊണ്ടാണ് അവിടെ വന്ന് വീണത്. അതിൻ്റെ ഏറ്റവും അപകടകരമായൊരവസ്ഥ പറയുന്നതെന്നറിയാമോ? ഈ വന്നിരിക്കുന്ന ഓർഷനിക് മിസൈലിൽ കണ്ട് ഉക്രൈൻ ഞെട്ടിപ്പോയി. ഉക്രൈൻ ഞെട്ടി, നാറ്റോ ഞെട്ടി, അമേരിക്ക ഞെട്ടി. കാരണം അതിന് 6 വാർഹെഡ് ഉണ്ട്. അതായത് ഈ ഒരു ഓർഷനിക് മിസൈലിൽ വേണമെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് അണുവായുധം നടത്താമെന്ന്. എത്ര എണ്ണം? 6 എണ്ണം ഘടിപ്പിക്കാം. 6 വാർഹെഡുള്ള ഒരു മിസൈലാണ്. അപ്പോൾ 6 ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഒരായുധം റഷ്യയുടെ ആയുധപ്പുരയിൽ ഉണ്ടായി വരികയായിരുന്നു. അതാണ് എടുത്ത് പരീക്ഷിച്ചത്. അതിലിപ്പോൾ 6 അണുബോംബ് ആയിട്ടിത് ഉക്രൈനിലേക്ക് സഞ്ചരിച്ചാൽ ഉക്രൈൻ ചിലപ്പോൾ ഭൂപടത്തിലുണ്ടാവില്ല. അതെ, ഒറ്റ മിസൈലിൽ പണി തരും. അപ്പോൾ അതിൻ്റെ അവസാനം, അപ്പോൾ പല ഫേസുകളായിട്ടാണ് മിസൈൽ തരുന്നത്. ആദ്യത്തെ ഭാഗം പണ്ടത്തെ റോക്കറ്റില്ലേ, താഴെ കത്തിത്തരും, പിന്നെ കത്തിത്തരും, അവസാനം വാർഹെഡ് മാത്രം തരും. അങ്ങനെ അതിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോൾ അതിൻ്റെ പ്രൊജക്ടറി അങ്ങ് ചെല്ലുന്ന സാധനത്തിൻ്റെ സ്പീഡ് മാക് 11 ആയിരുന്നു എന്ന് പറയുന്നു. സൂപ്പർസോണിക് സ്പീഡാണ്. അതായത് 13,600 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ വേഗത്തിൽ ചെല്ലും. അപ്പോൾ അത്ര വേഗത്തിൽ ചെല്ലാൻ കഴിയുന്ന ഒരു മിസൈലാണ്. 5,600 5,800 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലാണ് ഉക്രൈനിലേക്ക് റഷ്യ വിട്ട ഓർഷനിക് മിസൈൽ. അതും പരീക്ഷണാർത്ഥം അല്ലേ? പരീക്ഷണാർത്ഥം. അപ്പോൾ അതിനകത്ത് 6 വാർഹെഡും ഉണ്ട്. അത് ഞാൻ പറയുന്നത് അതിനകത്ത് വെറുതെ അല്ല. ഇത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഈ ഉക്രൈനിൽ പരീക്ഷിച്ച് മാത്രമല്ല, ലോകത്തിന് മുന്നിലൊരു പരീക്ഷണമാണ്. ഈ 5,600 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന, മണിക്കൂറിൽ 13,600 കിലോമീറ്റർ വരെ താണ്ടാൻ ശേഷിയുള്ള ഈ മിസൈൽ ഉക്രൈനിലേക്ക് മാത്രമല്ല, ചുറ്റുമുള്ള എത്ര യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ വേണമെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ അയക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റുമോ, നാറ്റോ രാജ്യങ്ങളിലേക്ക് അയക്കാൻ. നാറ്റോ രാജ്യങ്ങൾക്കുള്ളൊരു വാണിംഗ് ആണ്. നമ്മൾ സ്വീഡൻ്റെയും ഫിൻലാൻഡിൻ്റെയും കഥ പറഞ്ഞു. തൊട്ടടുത്ത് ഈ സാധനം ഞങ്ങൾ ഇനിയും പരീക്ഷിക്കാൻ പോവാണ്, ഇനിയും ഞങ്ങൾ ഇത് ചെയ്യും, ഞങ്ങളുടെ കയ്യിലുള്ള പരീക്ഷണാർത്ഥം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സാധനവും പൊട്ടിക്കാൻ പോകുമെന്ന് പുടിൻ പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഇത് ഒരെണ്ണം പോകുന്നത് എന്നാൽ ഒരെണ്ണം ഫിൻലാൻഡിൽ പോട്ടെ, ഒരെണ്ണം അമേരിക്കയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള വേറെ എവിടെയെങ്കിലും സ്പേസിലേക്ക് പോട്ടെ എന്ന്, അല്ലെങ്കിൽ പോളണ്ടിലേക്ക് പോട്ടെ എന്ന് പുതിൻ തീരുമാനിച്ചാൽ പിന്നെ ഇപ്പോൾ ഈ വലേറി സലൂനി പറഞ്ഞതുപോലെ 3ാം ലോക മഹായുദ്ധം പൊട്ടിവിടർന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇതിനിടയ്ക്ക് വേറൊരു തമാശയുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? നമ്മൾ ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കുന്നത് പോലെ തന്നെ ഇന്ത്യ മറ്റു പല രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഉക്രൈനിൽ ചെന്ന് വീണ, ഉക്രൈൻ ഉപയോഗിച്ച ചില ആയുധങ്ങളിലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു. അതെ. അതായത് നാറ്റോയിലുള്ള അമേരിക്കൻ സഖ്യപക്ഷത്തുള്ള ചില രാജ്യങ്ങൾക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരത് മറച്ചു വയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ റഷ്യയുടെ എണ്ണ മേടിച്ചിട്ട് അമേരിക്കൻ രാജ്യങ്ങൾക്ക് മറച്ചു വയ്ക്കുന്ന പോലെ നമ്മുടെ ആയുധങ്ങൾ വാങ്ങിയിട്ട് ഇവർ മറിച്ച് വിട്ടിട്ട് റഷ്യയിൽ ചെന്ന് വീണ ചില സാധനങ്ങളിൽ എന്തുണ്ടായിരുന്നു? മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫലത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, പല രാജ്യങ്ങൾ പരോക്ഷമായി ഇടപെട്ടിരുന്ന യുദ്ധമായിരുന്നെങ്കിൽ പതുക്കെ അതൊരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി ഇനിയും ഓർഷനിക് മിസൈലിനെ കുറിച്ച് ലോകം ഇതുവരെ കേട്ടിട്ടില്ല. ലോകം ആദ്യമായിട്ട് അറിയുന്നത് റഷ്യ കാണിച്ചു കൊടുത്തതാണ്. കാരണം എൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട്,
നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാധനം നമ്മൾ റിയൽ ലൈഫ് പരീക്ഷണം നടത്തി അടി തരികയാണ് എന്ന് പറയുമ്പോൾ 6 വാർഹെഡുള്ള 11 മാർക്ക് സ്പീഡിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ കൊണ്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ടെസ്റ്റ് ഡോസ് കാണിച്ചു കൊടുത്തു പുതിൻ കാണിച്ചിരിക്കുകയാണ്. അത് വെക്കുമ്പോഴാണ് വെറുതെ ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്. UK, ബ്രിട്ടനിലെ, ഉക്രൈൻ്റെ നയതന്ത്ര പ്രതിനിധിയാണ് പറഞ്ഞിരിക്കുന്നത് 3ാം ലോകമഹായുദ്ധം തുടങ്ങിക്കഴിയുമെന്ന്. അപ്പോൾ വല്ലാത്ത ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിനെ കുറിച്ചാണ് ഇത്രയും ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരു വാർത്ത പോലും അല്ലാതിരുന്ന മാറിയിരുന്നു. അത് മാറിയിട്ട് വല്ലാത്തൊരു ആശങ്കാജനകമായ സ്ഥിതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മൾ സങ്കല്പിച്ചു ഒരു ലോകമഹായുദ്ധം വന്നു, ഇന്ത്യ ആരുടെ കൂടെ നിൽക്കും? വലിയ ചോദ്യമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത മിത്രമാണ് സോവിയറ്റ് യൂണിയനും റഷ്യയും. അമേരിക്കയിൽ പക്ഷേ ട്രംപ് വരുന്നു. ട്രംപുമായിട്ട് അമേരിക്കയായിട്ട് നമുക്ക് നല്ല ബന്ധം, സെലൻസ്കിയായിട്ട് നല്ല ബന്ധമല്ല. സെലൻസ്കി മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില കമൻറ്റുകൾ വല്ലാത്തൊരു ഈർഷ്യ ഇന്ത്യക്കും മോദിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടുള്ള ചില വാചകമടിയൊക്കെ അന്ന് നടത്തിയിരുന്നു. അപ്പോൾ ഏതായാലും യുദ്ധം വരുന്നു, രാജ്യങ്ങളൊക്കെ പക്ഷം പിടിക്കേണ്ട തരത്തിലേക്ക് മാറുമോ എന്ന് എനിക്ക് തോന്നുന്നു ജനുവരി 20 മുമ്പ് തന്നെ അറിയാൻ പറ്റും. കാരണം ജനുവരി 20 മുമ്പ് തന്നെ നിലവിലുള്ള പ്രതിസന്ധി, യുദ്ധമൊക്കെ ഒന്ന് രൂക്ഷമാക്കാനുള്ള നീക്കം ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡീപ് സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോർജ് സോറോസ് നടത്തിയിരിക്കുകയാണ്. 3ാം ലോകമഹായുദ്ധം വരുമോ എന്ന ചോദ്യം അപ്രസക്തമല്ല, ഓരോ ദിവസവും പ്രസക്തമാവുകയാണ്. പക്ഷേ മനുഷ്യൻ വിവേകമുള്ള ജീവിയാണല്ലോ. അതുകൊണ്ട് 4ാം ലോകമഹായുദ്ധത്തിന് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കല്ലും കമ്പും കൊണ്ട് പോരാടാൻ തയ്യാറാവില്ല എന്നതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടുമെന്ന് പറയാം. പക്ഷേ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും തുടങ്ങി ഇപ്പോൾ നടക്കുന്നത് 3rd വേൾഡ് വാർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാതെ പോയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.